ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു യാത്രയിലാണ്. മനോഹരമായിട്ടുള്ള പുള്ളിക്കാനം എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഈ വ്യൂ ഒന്ന് കാണിച്ചു കൊടുത്തേ. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇനി അടുത്തുള്ള വീഡിയോസിലൊക്കെ വരുന്നുണ്ട്. കുറച്ച് നല്ല പാട്ടുകൾ ഈ കൂടെ പാടി പോകുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. തുടർന്നും ഒരുപാട് പേരിലേക്ക് എൻ്റെ പാട്ടുകൾ എത്തിക്കണം. അപ്പോൾ ഇവിടെ വെച്ചൊരു ചെറിയ പാട്ട് പാടിയിട്ട് നമുക്ക് യാത്ര തുടരുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. പാട്ടിലേക്ക് പോകാം. നീയറിഞ്ഞോ നീ എന്റേതാണെന്ന് നീയറിഞ്ഞോ മഴക്കാലം എനിക്കായി മയിൽ ചേലുള്ള പെണ്ണെ നിന്നെ തന്നെ മിഴി നോക്കി മനമാകെ കതിരാടുന്ന സ്നേഹം ഞാനറിഞ്ഞ് പറയാനും വയ്യ പിരിയാനും വയ്യ പല നാളും ഉറങ്ങാൻ കഴിഞ്ഞില്ല. മഴയേ തൂമഴയേ വാനം തൂവുന്ന പൂങ്കുളിരേ വാനം തൂവുന്ന പൂങ്കുളിരേ കണ്ടുവോ എൻ്റെ കാതലിയേ. നമ്മളുടെ യാത്ര തുടരുകയാണ്. മനോഹരമായിട്ടുള്ള പുള്ളിക്കാനം എന്ന സ്ഥലത്ത് നിന്നും നമ്മൾ വാഗമണിലേക്ക് പോവുകയാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ പോകുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനം കൂടി കേൾക്കാം. ആ ഗാനം കേട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം മറക്കണ്ട, ലൈക്കും ഷെയറും ഫോളോയും മറക്കണ്ട. ഓക്കെ. പാദങ്ങൾ പുണരുന്ന ശൃംഗാരനോപുരവും കയ്യിൽ കിലുങ്ങും പൊൻവളത്താലിയും പാദങ്ങൾ പുണരുന്ന ശൃംഗാരനോപുരവും കയ്യിൽ കിലുങ്ങും പൊൻവളത്താലിയും വിളിക്കൊരുങ്ങുവാൻ എൻ കിനാവിൻ വിളിക്കൊരുങ്ങുവാൻ എൻ കിനാവിൽ അനുവാദം തേടുകയല്ലേ എൻ ആത്മാവിൽ നീ എന്നെ തേടുകയല്ലേ. കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാം നിൻ ഹൃദയം. ഓ അപ്പോൾ പ്രിയപ്പെട്ടവരെ, പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നമ്മളിപ്പോൾ വാഗമണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന വീട് കണ്ടോ, ഇത് ഒരുപാട് സിനിമകളിലൊക്കെ വന്നിട്ടുള്ളൊരു വീടാണ്. ഇത് ഏത് ചിത്രത്തിലാണ് വന്നിരിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം, താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതുകൊണ്ടായിരിക്കണമല്ലോ ഇത്ര സിനിമകളിലൊക്കെ വന്നത്. അപ്പോൾ ഏതൊക്കെ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വളരെ മനോഹരമായിട്ടുള്ള കാപ്പിത്തോട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു ഫീലാണ് ശരിക്കും. ഇവിടെയൊക്കെ വരുമെന്ന് ഓർത്തതല്ല. അതൊക്കെ നമ്മളുടെ പ്രിയപ്പെട്ട ആ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ആ സുഹൃത്തിൻ്റെ ഒരു ഒരു സഹായമാണ് ശരിക്കും ഈ ഒരു കാഴ്ച. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളാണ്. ശരിക്കും വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ് ആ ലയങ്ങളൊക്കെ കാണുമ്പോൾ. അവരുടെ ജീവിത സാഹചര്യം വളരെ മോശമാണ്. നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വാഗമണിൻ്റെ ആ ഭംഗി വാഗമണിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്.
ഇതാ ഇവിടെ ഈ ഇവിടെ പണിയെടുക്കുന്ന കൊളുതു കൊള്ളുന്ന സ്ത്രീകളാണ് വരുന്നത്. അവർ അവരുടെ ജോലി കഴിഞ്ഞിട്ടുള്ള വരവാണ്. വളരെ ക്ഷീണിതയായിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് സന്തോഷം. ഞാൻ ഇതിനു മുമ്പൊക്കെ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. ഇച്ചിരി നമ്മൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് പലപ്പോഴും ഞാൻ മടിക്കുമായിരുന്നു. പക്ഷേ എന്തോ ഇവിടെ ഇറങ്ങാനായിട്ട് ഇന്ന് എനിക്ക് തോന്നി. കൂടെയുള്ള സുഹൃത്തുക്കളും നിർബന്ധിച്ചു. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടത്തിൻ്റെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. വല്ലാത്ത സന്തോഷം തോന്നുന്നു. നമ്മളെപ്പോലുള്ള ആളുകൾ, വയ്യാത്ത ആളുകൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒരുപാട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഇവിടെയൊക്കെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഇവിടെ വരാനായിട്ട് ഇടയാക്കിയ ദൈവം തമ്പുരാന് നന്ദി പറയുന്നു. പിന്നെ പ്രിയപ്പെട്ട സുഹൃത്തിന് നന്ദി പറയുന്നു. അപ്പോൾ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് ക്യാമറ അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഡ്വഞ്ചർ യാത്രയാണ്. സാധാരണക്കാർ ഈസി ആയിട്ട് നടന്നു പോകുന്ന ഒരു വഴിയാണിത്. ഇപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആസ്വദിക്കുകയാണ്. വല്ലാത്തൊരു ആത്മവിശ്വാസം തോന്നുന്നു.